ആരാന്ന് കാണിച്ചു തരാന്ന് പറഞ്ഞ ടീച്ചർ വന്നതാ. ആരാ? എവിടെയാത്? ആരാത്? അവരെവിടെയാ? കുട്ടികൾക്ക് ഒരു പ്രശ്നവും ഇല്ല. നിലവില് 72ഓളം കുട്ടികൾ അവിടെ ഹോസ്പിറ്റലിലുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. കുട്ടികളുടെ പ്രശ്നം ഇപ്പൊ ഏതോ ഒരു ലേഡി വന്ന് വളരെ മോശമായിട്ട് ഇവിടെ ആണുങ്ങളെ കയറ്റിയിട്ടാണ് റൂമില് കിടക്കണേന്നുള്ളത് പോലെ പറഞ്ഞു. അതാരത്? അവരിവിടെ എങ്ങാനും ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ഈ ഭക്ഷ്യ വിഷബാധ വന്നതിനെ കുറിച്ചൊക്കെ തുടർ നടപടികൾ എന്തെങ്കിലും ഉണ്ടാവും? അല്ല, അത് DMO ഇത് കൺട്രോൾഡ് ആണ്. ഇവിടെ ഡോക്ടറുണ്ട്, ഡോക്ടർ കിഷോർ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെയുള്ള കുട്ടികളെയൊക്കെ അവർ നോക്കിക്കോളും. പ്രതിഷേധിച്ചത് ഇവര് പോയി സംസാരിച്ചത് ഏത് ലേഡി? അതെനിക്ക് അവരെ കാണാനാ ഞാൻ ഈ നടക്കണം. നിങ്ങളെ മുമ്പിൽ നടക്കണ കാരണം അത് ആരാന്ന് മനസ്സിലായില്ല. ആരാത്? വിട്ടുപോയെന്ന് തോന്നുന്നു. ഇപ്പോൾ വിഷയം വേറൊരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പ്രതിഷേധിക്കാൻ എത്തിയിട്ടുള്ള ഒരു വനിതാ നേതാവും കുട്ടികളിപ്പോ പറയണേ അവരെ മാനസികമായിട്ട് അവരെ തളർത്തുന്ന രീതിയിൽ, മോശപ്പെട്ട രീതിയിൽ അവരിവിടെ താമസിക്കുന്നു എന്നുള്ള രീതിയിൽ അവരുടെ ഒഫീഷ്യൽസിനെ കുറിച്ച് പറഞ്ഞതായിട്ടാണ് അവർ പറയുന്നത്. പറഞ്ഞില്ല, ഒരാളും പറഞ്ഞിട്ടില്ല. നമ്മളോട് പറഞ്ഞു, ഒരാളും പറഞ്ഞില്ല. അതാ ടീച്ചർ ഇപ്പൊ ഇവിടെ വന്നിട്ടുണ്ട്. ടീച്ചർ പറയണേ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായി കുറച്ചു പേർക്ക് എന്നുള്ളത് ശരിയാ. സുഖമില്ലാത്ത എല്ലാവരെയും തന്നെ കൃത്യമായിട്ട് മെഡിക്കൽ കോളേജിൽ വിട്ടിട്ടുണ്ട്. ഇനിയും പാരന്റ്സ് വന്നു കഴിഞ്ഞാൽ അവരെ വിടും. ഞാൻ തന്നെ പറഞ്ഞു, പാരന്റ്സ് വന്നാൽ ഇന്ന് വിടരുത്, കുട്ടികളെ നമ്മളിവിടെ ഒബ്സർവേഷനിൽ ഇരിക്കട്ടെ, ഇവിടെ ഡോക്ടർ ഇവിടെ വന്നിട്ട് നോക്കിയാൽ മതി, അതായിരിക്കും നല്ലത്. ഇന്ന് രാത്രിയിൽ വിട്ട് കഴിഞ്ഞ് ഇവർക്ക് രാത്രിയിൽ പോണ വഴിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുട്ടികളെല്ലാം അഗ്രീഡാണ്. അവരിവിടെ നിന്നോളാൻ കുഴപ്പമില്ല. പക്ഷേ അവർക്ക് ഇപ്പം ഹേർട്ടായ വിഷയം ഇവരെ ആരോ എന്തോ മോശമായിട്ട് പറഞ്ഞു. അത് അവരുടെ അധ്യാപകരുമായിട്ട് എന്തോ മോശമായിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് അതാണ് ആ കുട്ടികൾ ശബ്ദം ഉണ്ടാക്കാൻ കാര്യം അവിടെ. ഇപ്പോൾ ആൺകുട്ടികൾ, അതായത് ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന ആൺകുട്ടികൾക്ക് ഇവിടുത്തെ NCC അധ്യാപകരുടെ ഭാഗത്തുനിന്ന് അതിക്രമം ഉണ്ടായിട്ട് അവരെ മർദ്ദിച്ചു എന്ന് ആൺകുട്ടികൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ബൈറ്റ് വന്നിട്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ ഈ പെൺകുട്ടികളെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അത് ഇന്ന് വാട്ടർ അനാലിസിസിന് വേണ്ടിയിട്ട് അപ്പം തന്നെ ഇവിടെ വന്ന് വാട്ടർ സാമ്പിൾ കളക്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് DMO എന്നോട് പറഞ്ഞത്. അതുപോലെ കളക്ടർക്ക് നല്ല സുഖമില്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം വരാത്തത്. ഒഫീഷ്യൽസിനെ അയച്ചിട്ടുണ്ട് എന്നും പറയുകയും ചെയ്തു. ഞാൻ അറിഞ്ഞത് ഏകദേശം 1 മണിക്കൂറോളമായിട്ടുണ്ട്. ഞാൻ അറിഞ്ഞ അപ്പം തന്നെ ഞാൻ കളക്ടറെ വിളിച്ചു, DMOനെ വിളിച്ചു, എല്ലാവരുമായിട്ട് സംസാരിച്ചപ്പോൾ കുഴപ്പമില്ല, അണ്ടർ കൺട്രോളാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞപ്പോൾ കളക്ടർ ആദ്യം പറഞ്ഞത് ഈ ക്യാമ്പ് ഡിസ്ക്ലോസ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും കുട്ടികളെ ഇപ്പം പറഞ്ഞയക്കരുത്. കുട്ടികൾക്ക് വഴിയിൽ വെച്ച് എന്തെങ്കിലും അപകടം വന്ന 600 പേരാണ്. 600 വീടുകളിലേക്ക് പോകുമ്പോൾ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടാവും. സോ അവരെ നമ്മൾ വാച്ച് ചെയ്ത് അവർക്ക് ഒരു ദിവസം ഒബ്സർവേഷനിൽ ഇരുന്നിട്ട് അവരെ വിടാമെന്ന് ഞാനാണ് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ അതുപോലെ പറഞ്ഞോളാം എന്ന് പറയുകയും ചെയ്തു. അതുകൊണ്ടാണ് കുട്ടികളെ പലരെയും വിടാത്തത്. 72 കുട്ടികൾ നമ്മുടെ മെഡിക്കൽ കോളേജിലുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇവിടെ ബുദ്ധിമുട്ടില്ല എന്ന് തന്നെയാണ് ഈ കുട്ടികളെല്ലാം. ഞാൻ ബോയ്സിനോട് സംസാരിച്ചിട്ടില്ല, ഗേൾസിനോട് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. ഇനി ബോയ്സിനോട് എന്താണെന്ന് ചോദിക്കട്ടെ, അവരോടും പറയാം, എന്നിട്ട് പറയാം.